ിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം സ്പിന്നിനെ എത്ര മനോഹരമായിട്ട് കളിക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ അർഹത വെച്ച് നോക്കുകയാണെങ്കിൽ പഠിക്കൽ എന്നോ ഈ ഫോർമാറ്റിൽ നമ്പർ 3 വരേണ്ട ഒരാളാണ്. പഠിക്കലിനെ മാറ്റും. പഠിക്കലല്ല, ഒരിക്കലും പഠിക്കൽ നിർത്തേണ്ട ഒരാളല്ല. ഇന്ത്യൻ ടീമിൽ വിളിച്ചിട്ട് അവിടെ പിന്നെ ഒരു കസേര ഇട്ട് കൊടുത്തൊരു ചായ കൊടുക്കേണ്ട ആളാണ്. മലയാളി എന്നുള്ള ഒരു പാതി മലയാളി ബ്രാൻഡ് പ്രശ്നമാവോ? നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് ആദ്യ ദിനം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലെന്ന് നമുക്ക് സംശയം പറയാം. ഒപ്പം തന്നെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ ടെസ്റ്റിൽ വലിയ രീതിയിൽ നാണം കെട്ടൊരു തോൽവി ഓസ്ട്രേലിയ വഴങ്ങിയിരുന്നു. ഇപ്പോൾ രണ്ടാം ടെസ്റ്റ് 5 സെഷൻ കൊണ്ട് തന്നെ തീർത്തിരിക്കുകയാണ്. നമുക്ക് രണ്ടിൻ്റെയും വിശേഷങ്ങളിലേക്ക് വരാം. നമുക്കൊപ്പം MSK ഒപ്പം സമീർ പിലാക്കൽ. സ്വാഗതം MSK. അപ്പോൾ നമുക്ക് കൊളംബോയിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. ദേവദത്ത് പടിക്കലിൻ്റെ ഒരു ഗംഭീരമായൊരു ഇന്നിങ്സ്. അദ്ദേഹം 6 ഇന്നിങ്സുകളിൽ നിന്ന് 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമായി ഇപ്പോൾ തന്നെ നമ്പർ 3 സ്ലോട്ട് സീൽ ചെയ്തു. ഒന്നാമത്തെ ദിവസം 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 300 റൺസ്. ഇന്ത്യ ഒരു നല്ലൊരു സുരക്ഷിതമായ സ്ഥാനത്തെത്തി തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും ഒരു കമാൻഡിങ് പൊസിഷനിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ദേവദത്ത് പടിക്കൽ തന്നെയാണ് ഇന്നത്തെ ഈ കൊളംബോയിലെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ജയേഷ് പറഞ്ഞതുപോലെ നമ്പർ 3 പൊസിഷൻ എന്നുള്ളത് ഇപ്പോൾ ആർക്ക് നൽകണം എന്നതിൽ അദ്ദേഹം ഒരു സീൽ ചെയ്ത ഒരു അവസ്ഥ തന്നെയാണ്. നമ്പർ 3 പൊസിഷനിൽ നമ്മൾ ഒരുപാട് പേരെ പരീക്ഷിച്ചു. ഗില്ലിൻ്റെയും അതുപോലെ തന്നെ ഗംഭീറിൻ്റെയൊക്കെ വത്സലപുത്രനായ സായ് സുദർശനെ അടക്കം നമ്മൾ പരീക്ഷിച്ചു. പക്ഷേ സായ് സുദർശൻ്റെ ഞാൻ ഈ സ്റ്റാറ്റ്സ് ജസ്റ്റ് നോക്കിയപ്പോൾ 12 ഇന്നിങ്സിൽ നിന്നും സായ് സുദർശൻ നേടിയിരിക്കുന്നത് 389 റൺസാണ്. പക്ഷേ കഴിഞ്ഞ 3 ഇന്നിങ്സുകളിൽ നിന്നും 301 റൺസാണ് ദേവദത്ത് പടിക്കൽ നേടിയിരിക്കുന്നത്. ചേതേശ്വർ പുജാരയ്ക്ക് ശേഷം 2 സെഞ്ചുറികൾ നമ്പർ 3 പൊസിഷനിൽ വന്ന് അടിച്ച ഒരു താരമായിട്ട് ദേവദത്ത് പടിക്കൽ മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ദേവദത്ത് ഷോ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു ഓണ സമ്മാനം തന്നെയാണ്. കാരണം മലയാളിയാണ്, എടപ്പാളുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഹൈദരാബാദിലേക്ക് കുടിയേറുന്നു, അവിടെ കർണാടകയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അണ്ടർ 19 ടീമിലൊക്കെ അദ്ദേഹം എത്തുന്നു. അതിനുശേഷം 2020 അദ്ദേഹം IPL അരങ്ങേറുന്നത്. IPL അരങ്ങേറുന്ന RCBക്കൊപ്പം അരങ്ങേറുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധനാ പുരുഷനാണ് വിരാട് കോഹ്ലി. RCBക്കൊപ്പം അരങ്ങേറിയ ആ സീസണിൽ ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്നും 3 ഫിഫ്റ്റികൾ അദ്ദേഹം നേടിയിരുന്നു. അന്ന് അതൊരു വലിയ റെക്കോർഡായിരുന്നു. ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്നും ഒരു പുതുമുഖ താരം, അരങ്ങേറ്റ താരം 3 ഫിഫ്റ്റികൾ നേടുക എന്നുള്ള ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് അദ്ദേഹം ആ സീസണിൽ നേടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഈ 3 ഇന്നിങ്സുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 സെഞ്ചുറികളാണ് ഇതിൽ നേടിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സായ് സുദർശനെ ഒരുപാട് പരീക്ഷിച്ചു. സായ് സുദർശനെ പരീക്ഷിച്ചു, അതിന് മുമ്പ് മറ്റു താരങ്ങളൊക്കെ പരീക്ഷിച്ചു. ചേതേശ്വർ പുജാരയ്ക്ക് ശേഷം ഒരു പെർഫെക്റ്റ് നമ്പർ 3 വേണം എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പേരെ പരീക്ഷിച്ചു. എങ്കിൽ കൂടിയും ദേവദത്ത് പടിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് അദ്ദേഹം സ്പിന്നിനെ എത്ര മനോഹരമായിട്ട് കളിക്കുന്നു എന്നതാണ്. വെല്ലുവിളികളാവാം, പക്ഷേ ദേവദത്ത് പടിക്കലിനോട് ആ വെല്ലുവിളികൾ വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ ആ ലൈനിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു KGF ടോണിൽ തന്നെ പിടിക്കാൻ തോന്നുന്നു. കാരണം അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം സ്പിന്നിനെ നേരിടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്നുള്ളത് കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ നമ്മൾ കണ്ടത് സ്പിന്നിനെ നേരിടുന്നതിൽ ഇന്ത്യൻ ബാറ്റർമാർ വലിയ രീതിയിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ദേവദത്ത് പടിക്കൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഒരു സ്പിന്നിനെ നേരിടുക എന്ന് പറയുമ്പോൾ ആ സ്പിന്നിനെ ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി നിന്ന് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ദേവദത്ത് പടിക്കൽ ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി നിന്ന് അവരുടെ എല്ലാ സ്പിന്നേഴ്സിനെയും വളരെ മനോഹരമായി തന്നെ പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ടൈം കിട്ടുന്നുണ്ട്. ആ ടൈം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തോന്നുന്നു. മാത്രമല്ല വാമപ്പ് മാച്ചിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ടെസ്റ്റിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുകയാണ്. വർഷങ്ങളായി, കഴിഞ്ഞ 2-3 വർഷങ്ങളായി IPL മാത്രമല്ല ഡൊമസ്റ്റിക്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 1-2 ബാറ്റ്സ്മാൻമാരിൽ മുന്നിൽ നിൽക്കുന്ന താരമാണ് ദേവദത്ത് പടിക്കൽ. അദ്ദേഹം ഈ ദിവസം അങ്ങ് സീൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനൊപ്പം ശ്രീലങ്കയ്ക്കെതിരെ ഇതേപോലെ ഒരു സീരീസിൽ 2 സെഞ്ചുറികൾ നേടിയവരുടെ എലൈറ്റ് ലിസ്റ്റിലും അദ്ദേഹം ഇടം നേടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിനോദ് കാംബ്ലി ഇതുപോലെ 93 ശ്രീലങ്കയ്ക്കെതിരെ 2 സെഞ്ചുറി നേടിയിരുന്നു. മുഹമ്മദ് അസറുദ്ദീൻ 97 സെഞ്ചുറി നേടിയിരുന്നു. 97 തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി നേടിയിരുന്നു. അതിനുശേഷം ചേതേശ്വർ പുജാര നേടിയിട്ടുണ്ട്, വിരാട് കോഹ്ലി നേടിയിട്ടുണ്ട്, രാഹുൽ ദ്രാവിഡ് നേടിയിട്ടുണ്ട്. ആ ഒരു എലൈറ്റ് ലിസ്റ്റിലാണ് വെറും 3ാമത്തെ ടെസ്റ്റ് മാത്രം കളിക്കുന്ന ദേവദത്ത് പടിക്കൽ ഈ 2 സെഞ്ചുറികളുമായി കളം വാണിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ് ഇതിലെ എടുത്തു പറയേണ്ട പെർഫോമൻസ്. പിന്നെ നമ്മൾ നേരെ ഓസ്ട്രേലിയ
ഓസ്ട്രേലിയ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ അട്ടിമറിച്ചു, കടുവകളുടെ നാഗ്യ നൃത്തം നമ്മൾ കണ്ടു. അതിനുശേഷം ഇതിൽ 1.5 ദിവസം കൊണ്ട് അവർ കളി പിടിച്ചു എന്നതിനൊപ്പം എനിക്ക് എടുത്തു പറയാനുള്ളത് തീർച്ചയായിട്ടും സ്റ്റാർക്കിൻ്റെ പ്രകടനമാണ്. സ്റ്റാർക്ക് 10 വിക്കറ്റ് നേടി. അതിനൊപ്പം സ്റ്റാർക്കിനെ കമ്പയർ ടു മുഹമ്മദ് ഷമി, അതായത് സ്റ്റാർക്കിൻ്റെ പെർഫോമൻസ് നമുക്കറിയാം, അദ്ദേഹത്തിന് 36 വയസ്സായി. 36 വയസ്സുകാരനായ സ്റ്റാർക്കിനെ ഓസ്ട്രേലിയ ഏത് വിധമാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഷമിയോടുള്ള അവഗണന ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷമിക്ക് 35 വയസ്സേ ഉള്ളൂ, 1 വയസ്സ് കുറവാണ്. 35-കാരനായ ഷമിയെ ഈ 2023 ലോകകപ്പിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ടെസ്റ്റിൽ അവസരങ്ങളില്ല. അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിട്ടൂരമിട്ടപ്പോൾ അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ ബംഗാളിന് വേണ്ടി കഴിഞ്ഞ സീസണുകൾക്ക് മനോഹരമായിട്ട് പന്തെറിഞ്ഞു. ഒരുപക്ഷെ ആഭ്യന്തര ക്രിക്കറ്റിൽ മുഹമ്മദ് നബിക്ക് പിന്നിൽ ഒരു 4-5 പൊസിഷനിൽ അദ്ദേഹത്തിന് വിക്കറ്റ് നേട്ടം പോലുമുണ്ട്. IPL നന്നായിട്ട് പന്തെറിഞ്ഞു. അതിനുശേഷം വിജയ് ഹസാരെ ട്രോഫിയിലും ദേവ്ദത്ത് ട്രോഫിയിലൊക്കെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഷമിയെ കൃത്യമായിട്ടും സൈഡ് ലൈൻ ചെയ്തു. പക്ഷേ ഓസ്ട്രേലിയ ചെയ്തത്, ഷമി എന്ന വെറ്ററൻ പേസറെ 2015 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഏകദിന ലോകകപ്പിൽ നേടിയ, 2019 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ലോകകപ്പിൽ നേടിയ സ്റ്റാർക്കിനെ അവർ എത്ര മനോഹരമായിട്ടാണ് അവർ പ്ലേസ് ചെയ്യുന്നത്, അവസരങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തെ 36-ാം വയസ്സിലും അവരുടെ ഐക്കൺ പ്ലെയറാണ്. അപ്പം പ്രായം ഒരു ഘടകമല്ല എന്ന രീതിയിൽ ഓസീസ് സ്റ്റാർക്കിന് നൽകുന്ന അവസരങ്ങൾ നോക്കുമ്പോഴാണ്, അദ്ദേഹം അത് കൃത്യമായും ഡെലിവർ ചെയ്യുന്നു എന്ന് അറിയുമ്പോഴാണ്, കഴിഞ്ഞ ഒരു വർഷത്തിനുണ്ട് 2025 to 2026 വർഷങ്ങളെടുക്കുകയാണെങ്കിൽ അദ്ദേഹം 3 പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ടെസ്റ്റിൽ മാത്രം ലഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു 2021 to 2025 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒറ്റൊരു പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വർഷത്തിലുള്ള അദ്ദേഹം 3 പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്റ്റാർക്കിനെ എത്ര മനോഹരമായിട്ടാണ് ഓസ്ട്രേലിയ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്യാതെ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രൊലോങ്ഡ് കരിയർ അവർ നൽകുന്നുണ്ട്. പക്ഷേ ഷമി പോലുള്ള താരങ്ങളോട് ഇന്ത്യൻ സെലക്ടർമാർ കാണിക്കുന്ന അവഗണന കൃത്യമായിട്ട് നമുക്ക് സ്റ്റാർക്കിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. ഓസ്ട്രേലിയക്ക് എല്ലാവിധ അവരുടെ ഒരു അപ്രമാദിത്യം തെളിയിക്കുന്ന ഒരു വിജയമായിരുന്നു. അതിലേക്ക് വരാം. ഒപ്പം തന്നെ സ്റ്റാർക്ക് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങളിൽ 10ാം സ്ഥാനത്ത് അവർ ലൈറ്റ് ലിസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നും കൂടി ഡീറ്റെയിൽ തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ കൊളംബോ ടെസ്റ്റിലേക്ക് വന്നല്ലോ സമീർ. അപ്പോൾ ഈ ഹിറ്റ് ആൻഡ് മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. ജയ്സ്വാളും അശ്വതയും തമ്മിലുള്ള ഒരു വാഗ്വാദം, പിന്നീട് ധനഞ്ജയ ഡിസിൽവയൊക്കെ വന്നിട്ട് ജയ്സ്വാളിനെ മാറ്റി നിർത്തായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ടെസ്റ്റിലും ഡിക്വെല്ലയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജയ്സ്വാൾ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ജയ്സ്വാൾ ഒരു ഹീറ്റഡ് സാധനം. പക്ഷേ ജയ്സ്വാൾ നല്ല ടച്ചിൽ നിൽക്കുകയായിരുന്നു. തുടർച്ചയായിട്ട് 3 ബൗണ്ടറികളൊക്കെ അടിച്ച് ഏറെക്കുറെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒരു 90-നടുത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടച്ചിൽ പോകുന്ന സമയത്താണ് ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് കൂടി ഈ ടെസ്റ്റിൻ്റെ 1ാം ദിനം തന്നെ നല്ല രസമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജയ്സ്വാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ശ്രീലങ്ക മാച്ചിൽ ഒരു ഹീറ്റഡായിട്ട് നിൽക്കുന്നതും ഒരു കാണികൾക്ക് ഒരു പക്ഷേ ഈ സ്കോറിൻ്റെ അപ്പുറം ചിലപ്പോൾ രസം ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു താരമാണ് ജയ്സ്വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ്, ഡിക്വെല്ലയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നീ ഒരു 6 അടിക്കുമെന്ന് ജയ്സ്വാൾ ഡിക്വെല്ലയോട് പറയുന്നു. പിന്നീട് ഡിക്വെല്ല പറയുന്നു, എന്നെ IPL എടുത്താൽ ഞാൻ 6 അടിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ജയ്സ്വാൾ വീണ്ടും മറുപടി നൽകുന്നുണ്ട്, സംഘകാരയോട് പറയാം ആദ്യം നീ ഒരു 6 അടിച്ച് കാണിക്കുമെന്ന് പറയുമ്പോൾ അതിനുശേഷമാണ് ഡിക്വെല്ല തൊട്ടടുത്ത പന്തിൽ പുറത്താവുന്നത്. അപ്പോൾ ഇന്ന് ജയ്സ്വാളിനെ ഔട്ടാക്കിയതിന് ശേഷമാണ് ജയ്സ്വാൾ ഈ അസിത ഫെർണാണ്ടസിനെ ചൊറിയുന്നതും പിന്നെ ധനഞ്ജയ സിൽവ വന്നിട്ട് ആ രംഗം ശാന്തമാക്കുന്നതും. പിന്നെ ജയ്സ്വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയ്സ്വാൾ കഴിഞ്ഞ 8ഓളം ഇന്നിങ്സുകളിൽ 50 അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ജയ്സ്വാൾ ഒരു വലിയ സ്കോർ കളിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്താണ് തുടർച്ചയായിട്ടുള്ള 3 ബൗണ്ടറികൾ വരുന്നു. ഒരു 84 ഇന്ന് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. നന്നായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആണ് ഒരു ഷോട്ട് കളിച്ച് പുറത്താക്കുന്നത്. പിന്നെ ജയ്സ്വാൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടിക്കൽ സെഞ്ചുറി അടിക്കുന്നു. പടിക്കൽ കുറേ മത്സരങ്ങളായിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഒരു പക്ഷേ അർഹത വെച്ച് നോക്കുകയാണെങ്കിൽ പടിക്കൽ എന്നോ ഈ ഫോർമാറ്റിൽ നമ്പർ 3 വരേണ്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ വിജയ് ഹസാരയിൽ 500+ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജിയിൽ 500+ സ്കോർ ചെയ്തിട്ടുണ്ട്. IPL നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയോടൊപ്പം നല്ല സ്ട്രൈക്ക് റേറ്റിൽ 450. പറയുകയാണെങ്കിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ 90 ആവറേജിൽ 726 റൺസ്, രഞ്ജി ട്രോഫിയിൽ 60 ആവറേജിൽ 532 റൺസ്, സയ്യിദ് മുഷ്താഖ് അലിയിൽ 167 സ്ട്രൈക്ക് റേറ്റിൽ 61 ആവറേജിൽ 380 റൺസ്. T20 ഫോർമാറ്റാണെന്ന് ഓർക്കണം. കഴിഞ്ഞ IPL 168 സ്ട്രൈക്ക് റേറ്റിൽ 464 റൺസ്. ശ്രീലങ്കയ്ക്കെതിരെ ആ പ്രാക്ടീസ് മാച്ചിൽ 142 നോട്ട് ഔട്ട്,
ഫസ്റ്റ് ഇന്നിങ്സിൽ 167, സെക്കൻഡ് ഇന്നിങ്സിൽ 44 ഫസ്റ്റ് ടെസ്റ്റിൽ, ഇപ്പോൾ രണ്ടാം ടെസ്റ്റിൽ 117. സീരിയസ് ഫോം തന്നെയാണ്, ഒന്നും പറയാനില്ല അതിനകത്ത്. അതൊരു സെഞ്ചുറി എടുക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് പന്തുകൾ ഡിഫെൻഡ് ചെയ്തിട്ടല്ല, അദ്ദേഹം സെഞ്ചുറി എടുക്കുന്ന ഒരു മാന്യമായ സ്ട്രൈക്ക്. ഇപ്പോൾ സെഞ്ചുറിയിലേക്ക് വരുന്നത് 90 റൺസിന്ന് 2 ബൗണ്ടറി അടിച്ചിട്ട് പിന്നെ ഡബിൾ ഓടിയിട്ടാണ് ആൾ സെഞ്ചുറി അടിക്കുന്നത്. മീൻസ് 90s ഫിയറും വല്ലാണ്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നെർവസ് 90s ഇല്ല എന്നർത്ഥം. ഒപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു ഗംഭീരമായ, അതായത് 66 റൺസ് ആയപ്പോഴേക്കും ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായിരുന്നു. കെ എൽ രാഹുലും പോയി, ജയ്സ്വാളും പോയ ശേഷം ചെറിയൊരു പ്രതിരോധത്തിലായിരുന്നു ഇന്ത്യ. പക്ഷേ ഗില്ലും പടിക്കലും ചേർന്നുള്ള കൂട്ടുകെട്ട് 120 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഗില്ല് ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് കളിച്ചു. നല്ലൊരു 50 അദ്ദേഹത്തിന് വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അപ്പോൾ ഗില്ല് 3000 റൺസ് തികച്ചു. അതായത് പ്രായം കുറഞ്ഞ 4ാമത്തെ താരമാണ് ഗില്ല് 3000 റൺസ് തികക്കുന്ന ടെസ്റ്റിൽ. ഒപ്പം തന്നെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച ശരാശരി സൂക്ഷിക്കുന്ന, മിനിമം 1000 റൺസ് എടുത്തതിൽ ശരാശരി സൂക്ഷിക്കുന്നതിൽ 2ാം സ്ഥാനത്തുണ്ട്. 75 അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ക്യാപ്റ്റനായ ശേഷം. അപ്പോൾ അതിൽ എലൈറ്റിലുള്ളത് ഡോൺ ബ്രാഡ്മാനാണ്, അദ്ദേഹത്തിന് 101. സ്റ്റീവൻ സ്മിത്ത് ആയിക്കോട്ടെ, കുമാർ സംഗക്കാരി ആയിക്കോട്ടെ, ഒക്കെ സ്മിത്തിന് താഴെ, ഗില്ലിന് താഴെയാണെന്നുള്ളൊരു നേട്ടം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഗില്ലും നല്ല രീതിയിൽ പോകുന്നു. മാത്രമല്ല അദ്ദേഹം ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നല്ല ട്രാക്കാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇഞ്ചുറിയും മറ്റു കാരണങ്ങളും മൂലം മാറുന്ന ടെസ്റ്റുകളിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു ഗില്ല് നല്ലൊരു രീതിയിൽ ആസ് എ ബാറ്റർ എന്നുള്ള നിലയ്ക്കും ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കും ഈ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബുംറയുടെ അടക്കം സേവനം ഇവിടെ ഇല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. അല്ല, ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി, ഗില്ല് ഒരു അഗ്രസീവ് ക്യാപ്റ്റനാണ്. നമ്മൾ ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നിട്ടാണ് 2-2 സമനില പിടിക്കുന്നത്. അതിനൊപ്പം നേരത്തെ സമീർ പറഞ്ഞതുപോലെ, ജേഷ് പറഞ്ഞതുപോലെ, ഈ യശസ്വി ജയ്സ്വാൾ വേഴ്സസ് ശ്രീലങ്കൻ പ്ലേയേഴ്സുള്ള വേർബൽ സ്പാറ്റ്, അത് ഇംഗ്ലണ്ടിൽ ചെന്ന് ഇംഗ്ലണ്ട് പ്ലേയേഴ്സുമായിട്ട് വേർബൽ സ്പാറ്റ് അടക്കം നടത്താൻ ധൈര്യം കാണിച്ചൊരു ക്യാപ്റ്റനാണ് ഗിൽ. അപ്പോൾ ഗില്ലിൻ്റെ കാണിക്കുന്നതിനേക്കാൾ ധൈര്യമാണ് ഇംഗ്ലണ്ടിൽ. ഇംഗ്ലണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്കറിയാം 3ാം ടെസ്റ്റിലോ 4ാം ടെസ്റ്റിലോ ആണെന്ന് തോന്നുന്നു, ഇംഗ്ലണ്ട് പ്ലേയേഴ്സുമായിട്ട് വെളിച്ചക്കുറവിൻ്റെ പേരിൽ ഗില്ലും ഇംഗ്ലണ്ട് പ്ലേയേഴ്സും തമ്മിലുള്ളൊരു വാക്കേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരു കൃത്യമായൊരു സന്ദേശമാണ്. നമുക്കറിയാം സൗരവ് ഗാംഗുലിയുടെ ഒരു ആവിർഭാവത്തോടു കൂടിയാണ് നമ്മൾ എതിർ ടീമിനെ ചെന്ന് ചൊറിയുക, അല്ലെങ്കിൽ ചൊറിയുന്നതിനേക്കാൾ, ചൊറിയുക എന്നുള്ള വാക്കല്ല, എതിർ ടീമുമായിട്ട് കട്ടക്ക് പിടിച്ചു നിൽക്കുക, സ്ലെഡ്ജ് ചെയ്യുക എന്നുള്ള ലൈൻ നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനു മുമ്പത്തെ ക്യാപ്റ്റനാണ് ലോർഡ്സ് പോയി ഷർട്ട് ഊരിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ക്യാപ്റ്റൻ എന്നുള്ള നമ്മുടെ മനസ്സിൽ, നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീനാണ്. അസറുദ്ദീൻ സ്ലിപ്പിൽ അവിടെ ഫീൽഡ് വെക്കുന്നു, വേറെ പ്രത്യേകിച്ചിട്ട് മറ്റ് കളിക്കാർ, സ്വന്തം കളിക്കാരോട് പോലും അധികം സംസാരിക്കുകയില്ല. ബോൾ ചെയ്യുന്നു, ഓക്കെ യു ക്യാൻ ബോൾ, ആ ലൈനിൽ നിന്നൊരു ക്യാപ്റ്റനാണ്. അതിനുശേഷം സച്ചിൻ വന്നു. സച്ചിൻ പക്ഷേ സ്വന്തം കളിക്കാരായിട്ടായിരുന്നു അഗ്രസീവ്. ശ്രീനാഥുമായിട്ട് ഒരുപാട് വാക്കേറ്റമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സൗരവ് ഗാംഗുലി വന്നപ്പോൾ എതിർ ടീമിനെ, ഫ്ലിൻഡോഫിനെ ചെന്നിട്ട്, ഫ്ലിൻഡോഫ് ആ സമയത്ത് ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ഓൾറൗണ്ടറാണ്, നമ്പർ 1 സ്ലെഡ്ജറാണ്. അങ്ങനെയുള്ള ഫ്ലിൻഡോഫിനെ കയറി അങ്ങോട്ട് ചെന്ന് സ്ലെഡ്ജ് ചെയ്യുകയാണ്. അതിനൊപ്പം സ്റ്റീവ് ബോയെ വൈകിപ്പിക്കുകയാണ്, അതായത് ടോസ് ഇടുന്നത് വൈകിപ്പിക്കുകയാണ്. റസൽ അർണോൾഡുമായിട്ട് ഒരിക്കൽ വളരെ വലിയൊരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്, ശ്രീലങ്കൻ പ്ലെയറാണ് അന്നത്തെ ശ്രീലങ്കയിൽ നിന്നും. അപ്പോൾ അന്ന് റസൽ അർണോൾഡിന് വേണ്ടത്രയൊന്നും പറയാനൊന്നും കഴിയുന്നില്ല. സൗരവ് ഗാംഗുലി അങ്ങനെയും അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീലങ്കയുടെ, ഞാൻ എടുത്തു പറയുന്നത്, ഈ കുമാർ സംഗാക്കരയാണ് ശ്രീലങ്കൻ ടീമിലെ നമ്മൾ കണ്ടെടുത്തോളം ഏറ്റവും മികച്ചൊരു സ്ലെഡ്ജർ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്ലെഡ്ജിങ് വീഡിയോസ് നമ്മൾ ഷോൺ പൊളോക്കിനെ ഇങ്ങനെ സ്ലെഡ്ജ് ചെയ്യുന്ന വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശ്രീലങ്കൻ പ്ലേയേഴ്സ് അവർ പലപ്പോഴും മറ്റ് പ്ലേയേഴ്സിനെ വളരെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുന്ന, അല്ലെങ്കിൽ സ്ലെഡ്ജ് ചെയ്തും മറ്റുമൊക്കെ അവരുടെ കോൺസെൻട്രേഷൻ തകർക്കാൻ ഒരുപാട് മെനക്കെടുന്ന, കളിയിലെ പെർഫോമൻസിനേക്കാൾ സ്ലെഡ്ജിങ്ങിൽ ഒരുപാട് മെനക്കെടാൻ ശ്രമിക്കുന്ന ശ്രീലങ്കൻ പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഭവ് സൂര്യവംശിയെ ഒരു പ്രാക്ടീസ്, നമ്മുടെ ഇന്ത്യ എയുടെ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി വളഞ്ഞിട്ട് ലോകകപ്പിൽ പാകിസ്ഥാൻ താരം അബ്രാറിനെ. അപ്പോൾ ശ്രീലങ്കൻ പ്ലേയേഴ്സ് ഒരു ഗ്രാജുവലി അവരൊരു സ്ലെഡ്ജേഴ്സ് ആയിട്ട് മാറുകയാണ്. അവർ എല്ലാവരും സ്ലെഡ്ജിങ്ങിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. കാണുന്നവർക്ക് അതെ, പക്ഷേ പലപ്പോഴും പരിധി വിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വൈഭവിനെതിരെയുള്ള സ്ലെഡ്ജിങ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പരിധി വിട്ട സ്ലെഡ്ജിങ് ആയിരുന്നു. ഇത് യശസ്വി ജയ്സ്വാൾ വേഴ്സസ് അതൊരു രസമുള്ള ടോക്കായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ശ്രീലങ്കൻ പ്ലേയേഴ്സ് ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി കുറച്ചുകൂടി പരിധി വിടുന്ന സ്ലെഡ്ജേഴ്സായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. റൈറ്റ്. അപ്പോൾ ഇനി 2ാം ദിനത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് 5 വിക്കറ്റുകൾ നഷ്ടമായി. ഋഷഭ് പന്തിൻ്റെ ഒരു ദൗർഭാഗ്യകരമായൊരു മടങ്ങുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ടൈം മടങ്ങുന്നു. ഇപ്പോൾ ജഡേജയും ഭേദപ്പെട്ട രീതിയിൽ സ്കോർ ബോർഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാനസുദറും ധ്രുവ് ജുറേലും ഏത് രീതിയിലായിരിക്കും നാളത്തെ ഒരു ഫസ്റ്റ് സെഷൻ പിടിച്ചു നിൽക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ ഒരു 400-ന് അടുത്തൊരു ടോട്ടൽ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ?
400-ന് മുകളിലേക്കായിരിക്കും സ്കോർ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അരങ്ങേറ്റം കുറിച്ച സാരാംശാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ സെഞ്ചുറികൾ വരെയുള്ള താരം കൂടിയാണ്. പിന്നെ ഇന്ന് ഞാൻ സുധർ എന്നാണ് പറഞ്ഞത്, സരാൻഷാണുള്ളത്. പിന്നെ കെ എൽ രാഹുൽ മാത്രമാണ് ഇന്ന് 18 റൺസുമായിട്ട് മടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഋഷഭ് പന്ത് ദൗർഭാഗ്യകരമായിട്ട് റിട്ടയർഡ് മടങ്ങിയെങ്കിലും ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. 400-ന് മുകളിലേക്ക് സ്കോർ വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യക്ക് ഈസി ആയിട്ട് വിജയിക്കാമെന്ന് തോന്നുന്നു. കാരണം ശ്രീലങ്കൻ ഓപ്പണർമാരൊന്നും ആദ്യ ടെസ്റ്റിൽ തീരെ തിളങ്ങിയിട്ടില്ല. ഈ മധ്യനിരയിലുള്ള ഈ സോണാൽ ദിനുഷ, അതുപോലെ തന്നെ ഡിക്വെല്ല, പിന്നെ അവരുടെ ധനഞ്ജയ് സിൽവയൊക്കെയാണ് കളിക്കുന്നത്. ഓപ്പണർമാര് ആദ്യത്തെ 4 നമ്പറും 20-ന് മുകളിലേക്ക് സ്കോർ ചെയ്യുന്നില്ല. അപ്പോൾ മേ ബി ഇന്ത്യക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇന്ത്യ ഒരു 450-ക്ക് മുകളിൽ സ്കോർ ചെയ്യാനാണ് സാധ്യത, അല്ലെങ്കിൽ 450 ആ ഒരു ലൈനിൽ നിന്ന് എടുക്കാനാണ് സാധ്യത. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ തോറ്റ മത്സരങ്ങളിൽ നിന്നുള്ള ഡിഫറൻസ് ദേവദത്ത് പടിക്കൽ തന്നെയാണ്. കാരണം നമ്പർ 3-ൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൃത്യമായൊരു ബാറ്റർ അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടു. നമ്മൾ വിരാട് കോഹ്ലിയുടെ കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. അവിടെ കൃത്യമായിട്ടും നമ്പർ 3 എന്നുള്ള രീതിയിൽ ചേതേശ്വർ പുജാര സ്കോർ ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പന്തുകൾ നേരിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. സെഞ്ചുറികൾ ഒരുപാടൊന്നും ചേതേശ്വർ പുജാരയുടെ കിറ്റിലുണ്ടാവില്ല, പക്ഷേ അദ്ദേഹം നേരിട്ട പന്തുകൾ വളരെ പ്രധാനമായിരുന്നു. കാരണം ഫസ്റ്റ് ഒരു വിക്കറ്റ് പോവുകയാണെങ്കിൽ ആ പന്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുത്തുന്നത് വരെ, പന്തൊരു പഴകുന്നത് വരെ അദ്ദേഹം അവിടെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബോഡിയിലും മറ്റൊക്കെ ഒരുപാട് ഏറ് കിട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് കൃത്യമായൊരു നമ്പർ 3 പുജാരയിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹത്തിന് റൺസ് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സായി സുദർശനി എന്നൊക്കെ ഒരുപാട് പരീക്ഷിച്ച് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കലല്ല, ഒരിക്കലും പഠിക്കൽ നിർത്തേണ്ട ഒരാളല്ല. ഇന്ത്യൻ ടീമിൽ വിളിച്ചിട്ട് അവിടെ പിന്നെ ഒരു കസേര ഇട്ട് കൊടുത്തൊരു ചായ കൊടുക്കേണ്ട ആളാണ് മലയാളി എന്നുള്ള ഒരു പാതി മലയാളി ബ്രാൻഡ് പ്രശ്നമാവോ? അതിനുള്ള സാധ്യത കൂടിയുണ്ട്. ആദ്യ മലയാളിയാണോ? ഫുൾ മലയാളി തന്നെയല്ലേ? എടപ്പാൾ എടപ്പാളാണ്, അച്ഛനും അമ്മയും മലയാളികൾ തന്നെയാണ്. ഫുൾ മലയാളി തന്നെ, നമുക്ക് അഭിമാനിക്കാം. അല്ല, അതാ സമീർ ചോദിക്കുന്നത്, മലയാളി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പഠിക്കൽ പുറത്ത് പഠിക്കുക നിർത്തുമെന്നാണ് സമീർ ചോദിക്കുന്നത്. വാർത്തകൾ എടുക്കുമ്പോൾ മലയാളി എന്ന് പറയരുതെന്നാണ്. ഗംഭീർ എന്ത് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സായി സുദർശൻ ഇനിയൊരു അവസരം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എങ്കിൽ കൂടി മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, അദ്ദേഹത്തിന് ലോങ് കരിയർ തന്നെ പ്രതീക്ഷിക്കാം. കാരണം പെർഫോമൻസ് ആണ് സൗണ്ട് ചെയ്ത് സംസാരിച്ച് നിൽക്കുന്നത്. റൈറ്റ്. എന്തായാലും അപ്പോൾ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ് കൊളംബോ ടെസ്റ്റിൽ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ സെക്കൻഡ് ടെസ്റ്റ്, അത് ആദ്യത്തെ ടെസ്റ്റിൽ അഡ്ഡപടലം ഓസ്ട്രേലിയ പരാജയപ്പെടുന്നു, 9 വിക്കറ്റിന് പരാജയപ്പെടുന്നു. ബംഗ്ലാദേശ് അതിഗംഭീരമായ രീതിയിൽ ഒരു ചരിത്രം എഴുതുന്നൊരു രീതിയിലേക്ക് പോകുന്നു. ഇന്ത്യക്ക് പോലും ഓസ്ട്രേലിയയിൽ 9 വിക്കറ്റിൻ്റെ വിജയമൊന്നും അവകാശപ്പെടാനില്ല. ഒരു ഏഷ്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഡാർവിനിൽ ഗംഭീരമായി നിൽക്കും. പക്ഷേ രണ്ടാം ടെസ്റ്റിൽ ഒരു തരത്തിൽ പോലും ആകെ 5 ദിവസത്തെ ടെസ്റ്റ് 5 സെഷൻ കൊണ്ട് തീർന്നു, 1.5 ദിവസം കൊണ്ട് തീർന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു മേധാവിത്വം കാണിക്കാൻ ബംഗ്ലാദേശിന് കഴിയുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു ഗ്ലോറി വിന്നൊക്കെ നേടിക്കഴിഞ്ഞിട്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഡ്രോയെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ വലിയ നേട്ടമായിരുന്നു. അത് പക്ഷേ വലിയ പരാജയം, ഒരു ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു പരാജയമാണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു 5 സെഷൻ്റെ ഉള്ളിൽ തീർന്നതോടുകൂടി ഇതെല്ലാം ഒരു ഫ്ലൂക്കാണെന്നുള്ള രീതിയിലേക്കാണോ പോകുന്നത്? അല്ല, ഞാനൊരു സിനിമ ഡയലോഗ് പറയട്ടെ. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമാണ്. ശരിക്കും അവിടെയാണ്, അതാണ് ഇത്. കാരണം ഓസ്ട്രേലിയക്ക് ആദ്യ ടെസ്റ്റിൽ മുറിവേറ്റിരുന്നു. അവർ തോറ്റിരിക്കുന്നത് ബംഗ്ലാദേശിനോടാണ്. ബംഗ്ലാദേശ് എന്നുള്ളത് ഇതിനു മുമ്പ് ബംഗ്ലാദേശ് 2003 മുഹമ്മദ് അഷ്റഫുളിൻ്റെ ഒരു മാജിക്കൽ ഇന്നിങ്സിൻ്റെ പുറത്ത് ഒരു 1 ഡേ മാച്ചിൽ മുഹമ്മദ് അഷ്റഫുളും അഫ്താബ് ഹുസൈനൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഒരു വിജയം നേടിയിരുന്നു. പിന്നെ മൈറ്റി ഓസ്ട്രേലിയക്കെതിരെ റിക്കി പോണ്ടിങ് ക്യാപ്റ്റനായ സമയത്ത് അന്ന് അവരുടെ ആഘോഷം നമ്മുടെ മനസ്സിലുണ്ട്. അവർ പിന്നെ അതിഭയങ്കരമായിട്ട് തന്നെ ആഘോഷിച്ചു. പിന്നെ അതിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന സമയത്ത് 23 വർഷങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശ് പിന്നെ ഒരു ഓസ്ട്രേലിയൻ പര്യടനം നടത്തുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ അവരുടെ പിന്നെ നാട്ടിൽ തോറ്റു എന്ന് പറയുമ്പം അവരുടെ ലോക്കൽ ടീമായിരുന്നില്ല, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ബാറ്റിംഗ് ആയിക്കോട്ടെ ബോളിംഗ് ആയിക്കോട്ടെ. ബാറ്റിംഗ് നോക്കൂ, അത് ഓപ്പണേഴ്സ് തൊട്ട് പിന്നെ സ്റ്റീവ് സ്മിത്ത് ഉണ്ട്, മാനസ് ലബുഷൈൻ ഉണ്ട്, ഒരുവിധം പിന്നെ എല്ലാവരും കളിക്കുന്ന ട്രാവിസ് ഹെഡ്, മാനസ് ലബുഷൈൻ, അലക്സ് കാരി, വെബ്സ്റ്റർ, പിന്നെ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, നെതാൻ ലിയോൺ, ഹേസിൽവുഡ്, നെതാൻ ലിയോൺ, അങ്ങനെ പിന്നെ 400 300 400 ഒക്കെ ടെസ്റ്റ് വിക്കറ്റുകളുള്ള
8,000 10,000 ഒക്കെ ടെസ്റ്റ് റൺസുകളുള്ള താരങ്ങളാണ്. അത്രയും താരസമ്പന്നമായ ഒരു ഓസ്ട്രേലിയൻ ടീം അവിടെ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മുറിവേൽക്കുകയായിരുന്നു, അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുകയായിരുന്നു. അതൊരു വേക്കപ്പ് കോളായി എടുത്തുകൊണ്ട് ഓസ്ട്രേലിയ 1.5 ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞു എന്നുള്ളിടത്ത് അവരുടെ ക്രിക്കറ്റ് പിന്നെ അത്ര പെട്ടെന്നൊന്നും അവരെ തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയൊരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വളരെ രസകരമായ ഒരു ഇതെന്നുള്ള മിച്ചൽ സ്റ്റാർക്ക് പിന്നെ 10 വിക്കറ്റ് നേടി മാൻ ഓഫ് ദ സീരീസ് നേടി എന്നതിനൊപ്പം മിച്ചൽ സ്റ്റാർക്കിനെ അഭിമുഖം ചെയ്യാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹീലിയായിരുന്നു, അലിസ ഹീലിയായിരുന്നു. അപ്പം അതും ഒരുപക്ഷെ വളരെ രസകരമായ കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. ഇതിനൊപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺസേൺ എന്നുള്ളത് മാർണസ് ലാബുഷേൻ്റെ ഫോമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ 18 ടെസ്റ്റിൽ 600 ചില്ലർ റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മേ ബി മാർണസ് ലാബുഷേന് അപ്പുറം മറ്റൊരു നമ്പർ 3 ബാറ്ററെ അവർ പരീക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. റൈറ്റ്. സമീറെ, ഇപ്പോൾ ഒരു ബംഗ്ലാദേശിൻ്റെ ശരിക്കും അവർക്കൊരു വിന്നിംഗ് സ്ട്രീക്ക് തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു ഡ്രോയിങ്ങിലും പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ കാര്യമായിരുന്നു. പക്ഷേ ആ മൊമെൻ്റം നിലനിർത്തുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും ഉൾപ്പെടെയുള്ള ടീമുകളിലൊരു വലിയ ദൗർബല്യമായിട്ട് കാണുന്നു അല്ലേ? പിന്നെ ഈ എക്സ്പീരിയൻസ് ഉള്ള ഇപ്പോൾ മൈറ്റികളെന്നും മൈറ്റികളാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏത് തകർച്ചയിൽ നിന്ന് ഓസീസിന് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ പ്രധാന ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഓസ്ട്രേലിയ MSKൻ്റെ പണ്ട് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുന്നു ഇതൊരു ആക്ടിങ് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രധാന ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ ഓസീസ് പതിവായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്, ഒന്ന് ഡൗൺ ആവും. പക്ഷേ ഏത് സമയത്ത് എങ്ങനെയും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അവരുടെ ഈ മൈറ്റി സ്വഭാവത്തെ തന്നെയാണ് ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ തോന്നിയത്. അല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലാണ്. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ തോക്കുമ്പോഴാണ് നമ്മൾ ആക്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റ് തോൽക്കുക എന്നുള്ളത് പറയുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തിന് അത്രയും വലിയ മുറിവ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെയുള്ള സീരീസ് ഉണ്ട്. അതായത് പഴയ ആഷസ് പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് പിന്നെ ആഷസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു പിന്നെ സീരീസ് ഉണ്ട്. അതിൽ ഓരോരുത്തർ ഔട്ടായി പോകുമ്പം ഡേവിഡ് വാർണർ ഔട്ടായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം ഹെൽമെറ്റ് എടുത്തൊരു എറിയുന്നുണ്ട്. സ്റ്റീവ് സ്മിത്ത് അവിടെ ചെന്ന് ബാറ്റ് എടുത്തിട്ട് TV എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ടെസ്റ്റിൽ തോൽവി എന്നുള്ളത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നമുക്കറിയാം അവരുടെ ചരിത്രം അങ്ങനെയാണ്. മുമ്പ് 16 വിജയങ്ങൾ നേടിക്കൊണ്ടാണ് സ്റ്റീവ് സ്മിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ ടീം ഇന്ത്യയിൽ 2001 ഇവിടെ എത്തിയത്. അന്ന് 2-1 ഇന്ത്യ പരമ്പര നേടി. അന്ന് എന്ന് പറയുമ്പോൾ അന്നത്തെ അവരുടെ പരാജയം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതൊരു ലോകം അവസാനിച്ച പോലത്തെ ഒരു രീതിയിലായിരുന്നു ഓസ്ട്രേലിയൻ മാധ്യമങ്ങളൊക്കെ അതിനെ കണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ റിക്കി പോണ്ടിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഒരു സ്ട്രീക്ക് അവസാനിക്കുമ്പം പോലും ഒരു തോൽവി പോലും അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പം ഇതിലേക്ക് നിൽക്കുന്ന സമയത്തും ബംഗ്ലാദേശിനോട് തോറ്റു എന്ന് പറയുമ്പോൾ അവർക്ക് ഇതുപോലൊരു അടി ഈ അടുത്ത കാലത്തൊന്നും ഏറ്റിട്ടില്ല. ഈയിടെ അവർ പാകിസ്ഥാനോടൊക്കെ പിന്നെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തോറ്റിട്ടുണ്ട്. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ലോകകപ്പിൽ നിന്ന് പുറത്തു പോയത് പോലും T20 ലോകകപ്പിൽ നിന്നും പെട്ടെന്ന് പുറത്തു പോയത് പോലും അവിടെ വലിയ വാർത്തയായിരുന്നില്ല. പക്ഷേ ഒരു ടെസ്റ്റിൽ തോറ്റു എന്ന് പറയുമ്പോൾ പാറ്റ് കമ്മിൻസും സ്റ്റീവ് സ്മിത്തും ഒക്കെ അടങ്ങിയൊരു ടീം ടെസ്റ്റിൽ തോറ്റു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നൊരു സംഭവമായിരുന്നില്ല. അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. അവരൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ബംഗ്ലാദേശിനെ ഉയർത്തെഴുന്നേറ്റ് അടിച്ചിടുകയാണ് ചെയ്തത്. MSK പറഞ്ഞതെന്ന് വെച്ചാൽ ബിഗ് ബാഷിലടക്കം താരങ്ങളെ വിട്ട് മീൻസ് അധികം കളിപ്പിക്കാണ്ട് വിശ്രമം അനുവദിച്ച് അവർ ഏകദിനാണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞേക്കും. പക്ഷെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ എല്ലാ സമയത്തും താരങ്ങളെ ബാക്ക് ചെയ്ത് കൊണ്ടുവരും. നമുക്ക് മാത്രമേ വർക്കിലോട് പ്രശ്നങ്ങളുള്ളൂ അല്ലേ? അവിടെ അവർ കൃത്യമായിട്ടും അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും. എന്തായാലും ഈ ടെസ്റ്റിൽ വേറൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ടസ്കിൻ അഹമ്മദിൻ്റെ ക്യാച്ചുകളത്തോടുകൂടി ടെസ്റ്റിലെ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എന്ന റെക്കോർഡിൽ ജോ റൂട്ടിനൊപ്പം സ്റ്റീവൻ സ്മിത്ത് 231 ക്യാച്ചുകളായി അവർ കണ്ടുവെക്കുന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് 210 റൺസേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഇന്നിങ്സിൽ. ഇന്നിങ്സ് വിജയം നേടിയ ടീമിൽ ഇന്നിങ്സിന് 53 റൺസും ജയിച്ചു. ഇന്നിങ്സ് വിജയം നേടിയ ടീമുകളിൽ ഏറ്റവും ചെറിയ 4ാമത്തെ ടോട്ടൽ എടുത്ത ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഒരു കൗതുകമുള്ള റെക്കോർഡ് കൂടി. 2 ഇന്നിങ്സിലും 100 റൺസ് പോലും ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആദ്യമായിട്ടാണ് ടെസ്റ്റിൽ 2 ഇന്നിങ്സിലും 100 കടക്കാതെ പോകുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. ഇതുപോലെ സ്റ്റീവ് സ്മിത്തിൻ്റെ ക്യാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഓസ്ട്രേലിയൻ ബോളേഴ്സിൻ്റെ പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരു സമയത്ത് മാർക്കോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത താരം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഗ്രാത്തും മറ്റുമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അതിനുശേഷം കൂടുതലുള്ളവരാണ് ഓസ്ട്രേലിയൻ പേസർമാർ. അവരുടെ പിന്നെ കോറിഡർ ഓഫ് അൺസർട്ടനിറ്റിയിൽ കൃത്യമായിട്ടും പന്തെറിയാൻ കഴിവുള്ള ആൾക്കാരാണ്. അത് പലപ്പോഴും പിന്നെ ബോൾഡ് വിക്കറ്റിനേക്കാൾ കൂടുതൽ ഇവർ ഫസ്റ്റ് സ്ലിപ്പിലോ സെക്കൻഡ് സ്ലിപ്പിലോ ക്യാച്ച് ആയിരിക്കും. അവരുടെ ടെസ്റ്റിന് പിന്നെ അനുയോജ്യമായിട്ട് പന്തെറിയുന്നവരിലെ ഒരു 3-4 പേര് കൃത്യമായിട്ട് ഉണ്ട് എല്ലാ കാലത്തും ഓസ്ട്രേലിയക്ക്. അതിൻ്റെ ഒരു തെളിവാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ ലഭിച്ചു എന്നുള്ളത്. എന്തായാലും 2ാം ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശ് സീരീസ് ഡ്രോ ആക്കി
ഒപ്പം തന്നെ അവർക്ക് തൊട്ട് മുമ്പിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പര 1-1 ബംഗ്ലാദേശ്, അതിനു മുമ്പ് നടന്ന പാകിസ്ഥാനെതിരായ പരമ്പര അവർ വിജയിച്ചു. അപ്പോൾ അത്തരത്തിൽ ബംഗ്ലാദേശിനൊരു ഇതൊരു പാഠമാണ്. അതായത് ഏത് രീതിയിലാണ് വിന്നിംഗ് സ്ട്രീക്ക് ഈ തോറ്റത് കൊണ്ട് അവർക്ക് വിഷമിക്കാനൊന്നുമില്ല. അതെ, ആദ്യ ടെസ്റ്റ് വിജയിച്ചാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ അവരിപ്പോൾ 4-മോ 5-മോ ഉണ്ട്, മീൻസ് ഇന്ത്യയേക്കാൾ മുന്നിലുണ്ട്. അതെ. അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൊളംബോയിൽ ആദ്യ ദിനം ഇന്ത്യക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. വരും ദിവസങ്ങളിൽ വരും സെഷനുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്ടിക്സ് വീണ്ടും കാണാം. നമസ്കാരം.